2018 മുതൽ ഇങ്ങോട്ടേക്ക് നമ്മൾ നിരന്തരം എല്ലാ വർഷവും കൃത്യമായ ഇടവേളകൾ വരുന്നുണ്ട് ഫ്ലഡ്. നമ്മൾ എല്ലാ വർഷവും വാരിക്കൂട്ടി കുറെ സാധനങ്ങളുമായിട്ട് കുറെ പേർ ഇങ്ങനെ ക്യാമ്പിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു 1924 ജൂലൈ ഓഗസ്റ്റ് ആ സമയത്താണ് കേരളം കണ്ട ഏറ്റവും വലിയൊരു ഫ്ലഡ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. അതിനുശേഷം നമ്മൾ 2018 അതിനെക്കുറിച്ച് ബോധേഡാവുന്നതും. അതിനുശേഷവും, അതായത് 2018 വന്നു, എല്ലാവരും അതിന്റെ ഭവിഷ്യത്ത് അറിഞ്ഞു. അതിനുശേഷവും എല്ലാ വർഷവും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത് വരുമ്പോഴുണ്ടാകുന്ന മുന്നൊരുക്കങ്ങൾ നടത്തുന്നതല്ലാതെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രളയം വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആരും സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ എന്തുകൊണ്ടാണ് കേരളം ഇത്തരത്തിലുള്ള ഒരു പ്രളയത്തെ എല്ലാ വർഷവും ഒരു മണ്ണിടിച്ചിലിനെ ഉരുൾപൊട്ടലിനെ ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്? നമുക്കറിയാലോ, സർക്കാരുകൾ മാറി മാറി വരുന്നുണ്ട്. സർക്കാർ മാറുന്നതും മാറാത്തതും അല്ലല്ലോ അവിടെ വിഷയമായിട്ട് വരുന്നത്. എന്താണ് ശരിക്കും കേരളത്തിന്റെ പ്രശ്നം? കേരളത്തിന്റെ പ്രശ്നം മലയാളിയുടെ മാനസികമായ അല്ലെങ്കിൽ മാനസികവും ബൗദ്ധികവുമായ വളർച്ചയുടെ അഭാവമാണ് കാണിക്കുന്നത്. നമ്മൾ ഈ പുറത്ത് കാണുന്ന ഓരോ വിഷയങ്ങളും നമ്മളുടെ ഉള്ളിലെ കാഴ്ചയുടെ പരിഭാഷകളാണ്. ആ രീതി വേണം അതിനെ കാണാനായിട്ട്. ഉദാഹരണത്തിന് 1924 ഫ്ലഡുമായിട്ട് ഇതിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇത് 2018 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ വെള്ളപ്പൊക്കമാണ്. ഇമ്മീഡിയറ്റ് കോസ്റ്റ് പലതും ഉണ്ടാവും. ചിലപ്പോൾ ഒരു പക്ഷേ ഡാം മാനേജ്മെന്റിന്റെ വന്ന പോരായ്മയോ, അല്ലെങ്കിൽ ഡാം നേരത്തെ തന്നെ തുറന്നു വിട്ട് ജലം കുറച്ച് തുറന്നു വിട്ട് മാനേജ് ചെയ്യാത്തതിന്റെ പ്രശ്നമായിരിക്കും. അതോടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഡാമിന്റെ സാന്നിധ്യം ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലും ഡാമിൽ വന്ന നദിയിലൂടെ പുഴയിലൂടെ വന്നു കഴിഞ്ഞ ഇല്ലാത്ത സ്ഥലങ്ങൾ പോലും വെള്ളം കയറിയിട്ടുണ്ട്. എങ്കിലും പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. 2018 നമ്മളത് കണ്ടതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കേരളം എന്ന് പറയുന്ന സംഗതി വെള്ളമാണ്, അല്ലെ? കാരണം കേരവൃക്ഷം, ഹരിതാപം, ഇതെല്ലാം പറയുന്നുണ്ടല്ലോ, അല്ലേ? അപ്പൊ ഈ പച്ചയെല്ലാം വെള്ളത്തിന്റെ ഒരു പരിഭാഷയാണ്, അല്ലെ? അപ്പൊ അത്യപൂർവ സസ്യങ്ങൾ കൊണ്ട് സമൃദ്ധമായ സ്ഥലമാണ് കേരളം. അപ്പൊ ഈ വെള്ളം ആണ് നമ്മളുടെ ശക്തി എന്ന് പറയുന്നത്. ഈ ലോകം മുഴുവൻ ഇനി ഇപ്പൊ തന്നെ നമ്മൾ യുദ്ധം തുടങ്ങുന്നതും എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തമ്മിലടിയൊക്കെ വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ വെള്ളം സമൃദ്ധമായിട്ടുണ്ട്. പക്ഷേ ആ സമൃദ്ധിയിലുള്ള ആ ഒരു ഘടകത്തെ നമുക്ക് വിനിയോഗിക്കാൻ അറിയില്ല. നമ്മൾ വികസനം എന്നും പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ ഓടുക ചെയ്യുന്നു. വികസനം വേണ്ടേ? വികസനം ആവശ്യമല്ലേ? വികസനം ആവശ്യമാണ്, ഒരു സംശയം വേണ്ട. വികസനം ഇല്ലാതെ പറ്റില്ലല്ലോ. പക്ഷെ ആ വികസനം എങ്ങനെ വേണം എന്നുള്ളതല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലെ? ഇപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കണം, വേണമല്ലോ. പക്ഷെ നിങ്ങളുടെ സിരകളിലും ഹൃദയധമനികളിലും മുഴുവൻ കൊഴുപ്പടിച്ച് കയറ്റുന്ന ഭക്ഷണം കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ? അത് നിങ്ങളുടെ വികസനമാണോ? അല്ല. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന സംഗതിയൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ ഇപ്പം കേരളത്തിൽ ഏത് വികസനം വേണമെങ്കിലും കൊണ്ടുവരാം. അത് ഈ വികസനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ സാധാരണക്കാർ വിചാരിച്ചിരിക്കുന്നത് അവർക്കൊന്നും അറിയില്ല. ഇത് ഗവൺമെന്റിലുള്ളവരും ചില അക്കാഡമിക് വിദഗ്ധരും മറ്റുള്ളവരൊക്കെ ചേർന്നിരുന്ന് ഉണ്ടാക്കുന്ന സംഗതിയാണ് വികസനം എന്നാണ് ധരിക്കുന്നത്. നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു സംഗതിയാണ് എന്താണ്? ഇപ്പൊ അച്യുത് മേനോന്റെ നേട്ടങ്ങളിൽ ഒന്നായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു സംഗതിയാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, CDS ഉള്ള കുറെ ഫെലോസും ഫാക്കൽറ്റീസും അവിടെ ഗവേഷണം നടത്തുന്നവരും ഒക്കെ അവർ ജീവിതത്തിൽ സ്വന്തമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി പോകുന്നുണ്ട്. പേരെടുക്കുന്നുണ്ട്, പ്രശസ്തി എടുക്കുന്നുണ്ട്, പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്, സംയുക്തമായിട്ട് വിദേശ സർവകലാശാലയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്, അവർ വിദേശത്ത് പോകുന്നുണ്ട്, ഫണ്ട് വാങ്ങിയിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്, പ്രബന്ധങ്ങൾ ഇറക്കുന്നുണ്ട്. അവരെല്ലാം സ്വന്തം നിലയിൽ ഈ CDS വെച്ചിട്ട് വളരുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ചില വ്യക്തികൾ വന്നിട്ട് നമ്മളുടെ ആനുകാലികങ്ങളിലൂടെ ലേഖനങ്ങളൊക്കെ എഴുതി നമ്മുടെ മുഖ്യധാര അഭിപ്രായ രൂപീകരണ നേതാക്കളായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിന് എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു നാഷണൽ ചാനലിലൊക്കെ ആണെങ്കിലും ഈ CDSന്റെ ഫെലോസിന്റെ അഭിപ്രായങ്ങൾ തേടുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ CDS കേരളത്തിന് എന്ത് കോൺട്രിബ്യൂഷനാണ് നടത്തിയത്?
ഇത്തരത്തിലുള്ള സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉം. ഇവിടുത്തെ വികസനം എങ്ങനെയായിരിക്കണം, കേരളം എന്തായിരിക്കണം? കേരളം എന്താണെന്ന് ഇപ്പോഴും CDSന് അറിയത്തില്ല. കേരളത്തിന്റെ വികസനത്തെ മുഴുവൻ അത് ഡോക്ടർ M.A. ഉമ്മന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു തോന്നുന്നു. 1970-കളിലെ തുടക്കത്തില് അതോ 70-കളുടെ അവസാനമോ ഈ കേരളത്തിന്റെ വികസനത്തെ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാര്യം ആളോഹരി വരുമാനം കൂടുന്നില്ല, പക്ഷെ വികസിത രാജ്യങ്ങളിലെ കണക്കുള്ള ചില സൂചകങ്ങൾ ആരോഗ്യത്തിന്റെ ആണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ ആണെങ്കിലും ഉണ്ടാവുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? കാര്യം അവര് പാശ്ചാത്യ മാനദണ്ഡം കൊണ്ട് പ്രമാണം കൊണ്ട് നോക്കുമ്പോൾ കേരളത്തിന് മനസ്സിലാവുന്നില്ല. അവസാനം പിന്നെ കേരള മോഡൽ എന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിന് പ്രത്യേക ഒരു മാനദണ്ഡം വെച്ചു. അപ്പോഴും കേരളത്തെ മനസ്സിലാക്കുന്നില്ല CDM. കേരളം എന്താണെന്ന് ഇപ്പോഴും CDSന് മനസ്സിലായിട്ടില്ല. കേരളം എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നവോത്ഥാന സമയത്ത് കേരളത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സാമൂഹികമായ ജീർണതയായിരുന്നു, അല്ലെ? യാതൊരു വിധമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതികതകളോ ഒന്നും തന്നെ ഇവിടെ വലുതായിട്ടുണ്ടായിട്ടില്ല. പക്ഷെ പട്ടിണി മരണങ്ങൾ ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മളിപ്പം വടക്കേ ഇന്ത്യയിലെ പോലെ പറയുന്ന, ബംഗാളിലെ പോലെ പറയുന്ന ഒരിക്കലും പട്ടിണി മരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്താ ഉണ്ടാവത്തിന്റെ കാരണം? നമ്മളിവിടെ നിറയെ പുഴകളും കാടും കിഴങ്ങുകളും കായ്കളും ഉള്ളൊരു സ്ഥലമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഈ കിഴങ്ങുകളെങ്കിലും പറിച്ച് മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ശുദ്ധമായ ജലം കുടിക്കുമായിരുന്നു. അപ്പൊ നവോത്ഥാന സമയത്ത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ സാമൂഹികമായ ജീർണത അതിന്റെ പാരമ്യത്തിലെത്തിയിരുന്നു. പക്ഷെ അന്ന് മണ്ണും വെള്ളവും ശുദ്ധമായിരുന്നു. വെളിയുടെ വിസർജനം ഉണ്ടായിരുന്ന സമയമാണ്. അന്ന് ജനങ്ങള് അവരുടെ കുടിവെള്ളത്തെ വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിച്ചിരുന്നു, അല്ലെ? അതിനുശേഷം ശാസ്ത്ര സാങ്കേതിക ഡെവലപ്മെന്റും പുരോഗമനവും വികസനവും അതിനോടൊപ്പമാണല്ലോ CDS ഒക്കെ വരുന്നത്. ഇന്നിപ്പം കേരളത്തിന്റെ അവസ്ഥ എന്താ? മനുഷ്യന്റെ മനസ്സ് മലിനം, ശരീരം മലിനം, ശരീരം രോഗാതുരം, അല്ലെ? മണ്ണാണെങ്കിലോ വിഷലിപ്തം, വെള്ളം അതിനേക്കാൾ വിഷലിപ്തം. ഇതിനെയാണ് നമ്മൾ പുരോഗമന കേരളം എന്ന് വിളിക്കുന്നത്, പ്രബുദ്ധ കേരളം എന്ന് വിളിക്കുന്നത്. അപ്പൊ പറഞ്ഞ വരെയാണ്. അപ്പൊ ഈ പ്രബുദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വികസനം എല്ലാം കാണുന്നത്. അപ്പൊ കേരളത്തിലെ ഏത് വികസനവും നമുക്ക് കൊണ്ടുവരാം. നമുക്ക് തമിഴ്നാട്ടിലെ റോഡുകൾ പണിയുന്നത് നമുക്ക് കേരളത്തിൽ റോഡുകൾ പണിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേയുടെ വടക്കൻ മലബാർ ഭാഗത്തുണ്ടായിരുന്ന നമ്മുടെ ഈ കിളികളുടെ സമരമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അല്ലേ? വയൽ കിളികളുടെ ഇത് നേരെ സ്കെയിൽ പിടിച്ചങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്കെയിൽ പിടിച്ച് നമുക്ക് രാജസ്ഥാനിലോ അതല്ലെങ്കിൽ ഇപ്പൊ തമിഴ്നാട്ടിലോ ഒക്കെ സാധ്യമാണ്. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അതിസൂക്ഷ്മമാണ്. ഓരോ പ്രദേശത്തിനും അതിന്റെ യുണീക്നെസ് ഉണ്ട്. ഇപ്പൊ നമുക്കിവിടെ ഈ പറഞ്ഞതുപോലെ വേഗത്തിൽ പോവുക, തമിഴ്നാട്ടിന്റെ അതേ വേഗത്തിൽ കേരളത്തിൽ പോകുക നടക്കില്ല. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഇവിടുത്തെ ജലത്തിന്റെ വിന്യാസത്തിന്റെ, ജലത്തിന്റെ ഒഴുക്കിന്റെ, അതിന്റെ ഗതിയൊക്കെ മനസ്സിലാക്കി വെള്ളത്തിനെ പരിഗണിക്കാതെ ഒരു സാധനവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരത്തിലും 3/4 ഭാഗം വെള്ളമല്ലേ, അല്ലെ? വെള്ളത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അങ്ങനെ നോക്കിയിട്ട് ഇപ്പൊ CDSകാർക്ക് മനസ്സിലാവുന്ന കാര്യമൊന്നുമല്ല ഈ വികസനം എന്ന് പറയുന്നത്. ഇവിടുത്തെ സാധാരണക്കാരനെ ഈ പറമ്പിൽ കിളയ്ക്കാൻ പോയി അതല്ലെങ്കിൽ സാധാരണ ജോലിക്ക് പോയി തറയിൽ മണ്ണിൽ പണിയെടുക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവണം വികസനം. കേരളത്തിന്റെ വികസനത്തിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്തായിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും, അതായത് നമ്മുടെ ഇപ്പൊ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗവും ഈ പറഞ്ഞതുപോലെ പാവപ്പെട്ടവർ നിശ്ചയിക്കും സാമ്പത്തികമായിട്ട്. സ്ഥിരം അല്ലെങ്കിൽ ജോലിയില്ലാത്തവരുമായിരിക്കും പോകുന്നത്. ഇന്നിപ്പോ ഒരു പ്രതികരണം കണ്ടു ഒരു പ്രായമുള്ള സ്ത്രീയുടെ. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്കില്ലാത്ത രോഗങ്ങളില്ല, പ്രഷറുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട്, ഒരുപാട് രോഗങ്ങൾ ഇത് പറയുന്നുണ്ട്. ഇത്രയും ഗുളികകൾ നിങ്ങൾ കഴിക്കുന്നതാണ്, ഞങ്ങൾക്ക് ഇന്ന ചോറാണ് തരുന്നത് എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വികസനമാണ് ഇവരെ കൊണ്ട് ഇത്രയും ഗുളിക കഴിപ്പിക്കുന്നത്. ഈ CDSന്റെ കൂടെ കോൺട്രിബ്യൂഷൻ ആണ്. നമ്മൾ CDS സ്ഥാപനം അടച്ചുപൂട്ടാണെന്നല്ല പറയുന്നത്, പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരേണ്ട സമയമായി. അപ്പൊ കേരളത്തിൽ ഏത് വികസനം നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി: വെള്ളം ഒഴുകണം, വെള്ളം മലിനമാകരുത്. ഇത് രണ്ടും ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങൾ ഏത് വികസനം കേരളത്തിൽ നടത്തിക്കോ. വെള്ളം ഒഴുകുകയും വേണം, അതോടൊപ്പം തന്നെ വെള്ളം മലിനമാവുകയും ചെയ്യരുത്. ഇത് രണ്ടും ഉറപ്പാക്കുന്ന ഏത് വികസനം വേണമെങ്കിലും, ഇനിയിപ്പോ 10,000 നിലയുള്ള മാളിക കെട്ടണമെന്ന് വിചാരിച്ചാൽ പോലും ഇത് രണ്ടും ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങൾ കെട്ടിക്കും. ഇത് രണ്ടും ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങൾ റോഡ് നിർമ്മിച്ചോളും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഉണ്ടാവില്ല. വെള്ളം അതേപോലെ തന്നെ നമ്മുടെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സംഗതി.
നമ്മുടെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ എല്ലാം സജീവ സാന്നിധ്യം ആരംഭിക്കുന്നത് 80കളുടെ തുടക്കം മുതൽ പകുതി മുതലാണ്. അന്ന് നമ്മൾ പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മരത്തിലേക്ക് മാത്രം കൊണ്ട് ചുരുക്കി കൊടുത്തു, അല്ലേ? എവിടെയെങ്കിലും ആരെങ്കിലും മരം വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ പോയി മാധ്യമ പ്രവർത്തകർ പോയി പടം എടുത്ത് ഇതേ മരം മുറിക്കുന്നു, പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് മരം മുറിക്കുന്നതും അങ്ങനെ അനാവശ്യമായിട്ട് മുറിക്കുന്നത് ശരിയല്ല. അതും പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. മരം ആവശ്യമില്ലാതെ മുറിക്കുന്നത് ശരിയല്ല. മരം വെച്ച് പിടിപ്പിക്കുകയൊക്കെ വേണം. പക്ഷെ അതിലൂടെ ആ ഒരൊറ്റ സംഭവത്തിലൂടെ നമ്മൾ ചുരുക്കി പരിസ്ഥിതി എന്ന് പറയുന്ന സംഗതി. ഈ 80കൾ മുതൽ 2008 വരെയാണ് കേരളത്തിൽ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഏറ്റവും വലിയ പരിസ്ഥിതി നാശം. അതായത് ഈ പരിസ്ഥിതി സംഘടനകൾ അതിനകത്ത് ചെറിയൊരു ശതമാനം ഒഴിച്ചു കഴിഞ്ഞാൽ ജെന്യുവിനായിട്ടുള്ള ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഈ പറഞ്ഞതുപോലെ കപട ഏജൻസികളായിരുന്നു. മറ്റു പല പല ഫണ്ടുകൾ വാങ്ങാനും. അതേപോലെ തന്നെ എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. എനിക്കറിയാവുന്ന ഒരു കോളേജ് പ്രൊഫസർ, അദ്ദേഹം ഭയങ്കര പരിസ്ഥിതിയുടെ വലിയ കക്ഷിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വിദേശ രാജ്യത്തേക്ക് പോകും. ഒരിക്കൽ ഞാൻ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു വലിയ ബോക്സുമായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് സേക്രഡ് ഗ്രോവിന്റെ ഒരു മോഡലാണ്, ഞാൻ ജനീവയിലേക്ക് പോവുകയാണ്, ഇത് ഞാനത് അവതരിപ്പിക്കാൻ പോവുകയാണ്, സേക്രഡ് ഗ്രോവ്, ഇതിന്റെ ഒരു വാർത്ത കൊടുക്കണമെന്ന്. ഞാൻ ഈ സാധനം എടുത്തിട്ട് നേരെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ കൊട്ടയിലേക്ക് ഇട്ടു. ഇതിന്റെ ഞാൻ നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ കുറഞ്ഞത്, വളരെ എൻ്റെ സുഹൃത്തും തന്നെയാണ്, എൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ കുറഞ്ഞ ഒരു 50-60 തവണയെങ്കിലും വരും. നിങ്ങളൊരു 10 തവണ 10 തവണ വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ചെടിയെങ്കിലും നിങ്ങൾ വെച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ഇതൊരു വഴിയാണ് വിദേശ രാജ്യങ്ങളിൽ ട്രിപ്പ് നടത്താനും പേപ്പറുകൾ അവതരിപ്പിക്കാനും. ഈ സേക്രഡ് ഗ്രോവ് എന്ന് പറയുന്ന നമ്മുടെ കാവുകളുണ്ടല്ലോ, ഈ കാവുകളൊക്കെ 1977 70കളുടെ അവസാനമൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇത് അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വെട്ടിത്തെളിച്ച സംഗതിയാണ്. കാവുകൾ എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത് പരിസ്ഥിതിക്ക് വലിയ അനുകൂലമായ ഘടകങ്ങളായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ അത്രയും സൂക്ഷ്മതയോടെ കേരളത്തിൽ ഇത് പ്രകൃതിയെ നോക്കി വന്നിരുന്നു സംഗതി. പക്ഷെ സാമൂഹികമായ ജീർണത അതിന്റെ പാരമ്യത്തിലേക്ക് എത്തി. അവിടെയാണ് ഇതിന്റെ ഒരു പ്രശ്നം വന്നത്. അപ്പൊ അതുകൊണ്ട് അതിനോട് ചേർന്ന് നിന്നത് മുഴുവൻ അന്ധവിശ്വാസമാക്കി മാറ്റുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്ന ഈ രീതിയിലുള്ള ഒരു വികസന സമീപനമാണ് നമുക്കുള്ളത്. ഇപ്പം നമ്മുടെ ടെക്നോ പാർക്ക് ആണെങ്കിലും ഇൻഫോ പാർക്ക് ആണെങ്കിലും നോക്കാം. ടെക്നോ പാർക്ക് പിന്നെയും പെടുന്ന വയ്ക്കാം. ഇൻഫോ പാർക്ക് മുഴുവൻ വെള്ളത്തിന്റെ നടുക്കാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. വെള്ളത്തിന് നടുക്ക് കൊണ്ടുവച്ചിരിക്കുന്നത് അവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ദുബായ് നഗരമാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ആ വെള്ളം മുഴുവൻ മലിനമായി ആ പ്രദേശത്തേക്കുള്ള സകല രോഗങ്ങളും വിതരണം ചെയ്യുന്ന ഒരു പ്രദേശമായി മാറി. ചിത്രപ്പുഴ വിഷമാണ് അതിലേക്ക് ഒഴുകുന്നത്. അപ്പൊ ഈ വെള്ളത്തെ എങ്ങനെ, ഇപ്പൊ നമ്മളുടെ കലൂർ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, നിങ്ങൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുന്ന സമയത്ത് നോക്കിക്കണം, വെള്ളം ഇങ്ങനെ കെട്ടി ഇങ്ങനെ കുഴന്ന് പല സ്ഥലങ്ങളിലും കിടക്കുന്നത്. നമുക്ക് ഇന്ന് ഇത്രയും സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ, വളരെ മനോഹരമായിട്ട് മാനേജ് ചെയ്യാമെന്നല്ലേ ഉള്ളൂ. വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കി അത് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആനക്കാര്യമാണോ എന്ന് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ഈ വയലുകൾ മുഴുവൻ നികത്തപ്പെട്ടു. ഈ 80കളുടെ ഈ പരിസ്ഥിതി പ്രസ്ഥാനം സജീവമായി ഭയങ്കര ശക്തിയായിട്ട് പ്രാപിച്ചു വന്ന ആ സമയത്താണ് കേരളത്തിലെ വയലുകൾ മുഴുവൻ നികത്തപ്പെട്ടത്, ചതുപ്പുകൾ മുഴുവൻ നികത്തപ്പെട്ടത്. അപ്പൊ പിന്നെ വെള്ളം അങ്ങോട്ട് പോകും. വെള്ളത്തിന് സ്റ്റോർ ചെയ്യുന്നതിന് മെത്തഡോളജി ചെയ്യുന്ന സാധനം. പിന്നെ നമുക്ക് ഈ കാർഷിക ഗവേഷണം കൊണ്ടുവന്നു, നമ്മുടെ തെങ്ങിനെ മുഴുവൻ റീപ്ലേസ് ചെയ്തു, അല്ലേ? ഇപ്പൊ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മഞ്ഞിച്ച് നിൽക്കുന്ന ഓലയോട് കൂടിയുള്ള തെങ്ങുകളുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്കൊരു റീലുക്ക് ആവശ്യമാണ്. വീണ്ടും ഇതിലേക്ക് ഒന്ന് നോക്കേണ്ട സംഗതി ആവശ്യമാണ്. പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ അറിയേണ്ട സംഗതിയാണ്, അവരുടെ ഭാഗത്തേക്ക് അവരുടെ പ്രദേശത്തേക്ക് ഏതെങ്കിലും വികസനം വരികയാണെന്നുണ്ടെങ്കിൽ വെള്ളം അഴുക്കാകരുത്, മലിനമാകരുത്, വെള്ളം ഒഴുകുകയും വേണം. ഇല്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് വേനൽക്കാലത്ത് ഈ പാവങ്ങളാണ്. അവർക്ക് ടാങ്കറിൽ ഡെയിലി അടിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം 1000 രൂപയോ അല്ലെങ്കിൽ ഒരു ടാങ്കറിന് 1200 രൂപ എടുത്ത് അവർക്ക് അടിക്കാൻ പറ്റത്തില്ല, ചെറിയ ടാങ്കർ ആണെങ്കിൽ പോലും. അപ്പൊ അവരുടെ ആവശ്യമാണ് വികസനം എങ്ങനെ വേണമെന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ജനങ്ങളെ അതിനകത്ത് പരിഗണിക്കുന്നതേ ഇല്ല. അപ്പൊ ഈ ഒരു അടിസ്ഥാനമായ കാഴ്ചപ്പാട്, ഈ വെള്ളത്തിന് ഒഴുകുകയും വേണം, വെള്ളം കെട്ടിക്കിടക്കാനും പാടില്ല, അതനുസരിച്ചിട്ടുള്ള നിർമ്മാണം പാടില്ല, അതനുസരിച്ചിട്ടുള്ള ഈ പറഞ്ഞതുപോലെ എവിടെയൊക്കെ വീട് വയ്ക്കാം. ഇപ്പൊ വളരെ അനായാസമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റില്ലേ, അല്ലേ? ഇപ്പൊ ഇപ്പൊ നമുക്കിനി കേരളത്തെ ഒരിക്കലും വർത്തമാന കാലത്തെ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മുമ്പോട്ട് പോകാമല്ലോ. അപ്പൊ ഈ നിലവിലുള്ള അവസ്ഥയിൽ എങ്ങനെ നമുക്ക് ഈ ബ്ലോക്സുകൾ ഒഴിവാക്കാം? ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്ക് ഹൃദയത്തിന് ബ്ലോക്ക് വന്നാൽ ബൈപ്പാസ് സർജറി ചെയ്യാറില്ലേ?
അല്ലേ? ഉം. അല്ലാതെ ഇനി പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഇല്ല. പറ്റത്തില്ല. അപ്പം ബൈപ്പാസ് സർജറി ആണെങ്കിൽ ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ ബ്ലോക്കുകൾ ഒഴിവാക്കി വെള്ളത്തിന്റെ ഒഴുക്ക് ഇതാക്കുക. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് കുട്ടനാട് നശിച്ചുപോയി. അത് അവിടുത്തെ നമ്മുടെ വികസനമാണ്. നമ്മൾ ഇവിടുന്ന് വെറുതെ നെതർലാൻഡ്സിലൊക്കെ പോയിട്ട് പിന്നെ എന്താ റൂം ഫോർ റിവർ ഇതെങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൂചിപ്പിക്കുക. പിന്നെ അവിടുത്തെ നെതർലാൻഡ്സിലെ സംഗതികൾ ഇവിടെ കൊണ്ട് കോപ്പി ചെയ്യാൻ ശ്രമിക്കുക. എന്തൊരു വിഡ്ഢിത്തരമാണ്. കുട്ടനാടിന്റെ അവസ്ഥ കുട്ടനാടിനുണ്ട്, അല്ലേ? കുട്ടനാട് തന്നെ അത് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് കുട്ടനാട് ഡീൽ ചെയ്യേണ്ടതെന്ന്. കായല് മാറ്റി പിന്നെ മനുഷ്യന്റെ കൈകൾ കൊണ്ട് നിർമ്മിച്ച സംഗതിയാണ് അവിടെ കുട്ടനാട് എന്ന് പറയുന്ന പാടശേഖരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കാതെ അവിടുത്തെ ഓരോ പ്രദേശത്തെയും അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി വെള്ളം ഒഴുകാനും, അതേപോലെ നമ്മൾ കടലാണ് സൈഡിൽ ഇപ്പൊ കുട്ടനാടിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ വേലിയേറ്റം ഉണ്ടാവുകയും, ഉദാഹരണത്തിന് ഈ പിന്നെ വെളുത്തവാവിന്റെ സമയത്ത്, പൗർണമിയുടെ സമയത്ത് വേലിയേറ്റം ഉണ്ടാവും. ആ സമയത്ത് മഴ ഇപ്പൊ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ സമയത്ത് മഴ പെയ്യുമ്പോഴത്തേക്ക് കടൽ പൊങ്ങി നിൽക്കുകയും നമ്മൾ ഇവിടുന്ന് ഒരു താഴെ നിൽക്കുകയും ചെയ്യും. അപ്പം അവിടെ നിന്നുള്ള സമ്മർദ്ദത്തിൽ വെള്ളം ഇവിടെ വർദ്ധിക്കും. അപ്പൊ അതിനെ നമുക്ക് അങ്ങനെ പരിഹരിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരു നമ്മുടെ ഇവിടുത്തെ നാടിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് കേരളത്തിന്റെ പ്രത്യേകത, ഓരോ പ്രദേശത്തിന്റെയും വളരെ വ്യത്യസ്തമാണ് നമ്മുടെ. അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നത് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് പുറത്തു വരാൻ പറ്റും. അതല്ല എങ്കിൽ വരും വർഷങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ മാത്രമല്ല ഈ പ്രളയം ബാധിക്കുക എന്നുള്ളത് 2018 നമുക്ക് കാണിച്ചു തന്ന സംഗതിയാണ്, അല്ലെ? അത് ഇനി കേരളത്തിനെ എവിടെയൊക്കെ അത് ബാധിക്കും, എങ്ങനെ ബാധിക്കും എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. ആ രീതിയിലേക്ക് വെള്ളത്തിന് ഒഴുകാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ വന്നു. മാത്രമല്ല ഇത് നമ്മുടെ സമ്പത്തല്ലേ. ഈ സമ്പത്തിനെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ. അപ്പൊ അത് അടിസ്ഥാനപരമായിട്ട് ഇത് ശ്രദ്ധിക്കണം. ഈ വെള്ളത്തിനെ പരിഗണിക്കാതെ ഇപ്പൊ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, കുറച്ചു നേരം പിന്നെ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവില്ല, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ വെള്ളം അടിയന്തരം നമ്മുടെ ജീവനാണ് വെള്ളം എന്ന് പറഞ്ഞത്. അപ്പൊ ആ ജീവനെ പരിഗണിക്കുന്ന അതേ അവസ്ഥയിൽ നമ്മുടെ വെള്ളത്തിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിന്റെ ജലപരിപാലനം നടത്തി കഴിഞ്ഞാൽ, വാട്ടർ മാനേജ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഏതവസ്ഥയിലും, ഏത് മോശപ്പെട്ട അവസ്ഥയിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാനുള്ള ശേഷി മനുഷ്യനുണ്ടല്ലോ. അതിനനുസൃതമായ സാങ്കേതിക വിദ്യയുന്നുണ്ട്. ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് പുറത്തു വരാൻ പറ്റും. പക്ഷെ വികസനത്തിന്റെ ഒരു ഫണ്ടമെന്റൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇത് അടിസ്ഥാനമായിരിക്കണം. കേരളത്തിന്റെ വെള്ളം മലിനമാകരുത്, വെള്ളം ഒഴുകുകയും വേണം.